ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് സ്ലൈസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഒരു ബ്രെഡ് നമ്മൾ രണ്ടായിട്ട് ആക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എണ്ണത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ബ്രെഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്ന് റൗണ്ടിലും പിന്നെ ഒന്ന് സ്ക്വയറിലും. ഞാൻ സ്ക്വയറിലാട്ടോ ചെയ്യുന്നത്. റൗണ്ടിൽ ചെയ്യണമെങ്കിൽ രണ്ടും ഒന്നിച്ച് വെച്ച് എന്തെങ്കിലും ഒരു റൗണ്ടായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എടുത്തിട്ട് ആ ഒരു കറക്റ്റ് അളവിൽ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസത്തിൽ കിട്ടും. ഞാൻ ഈ സ്ക്വയറിലാണ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ എല്ലാ സൈഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുറിച്ച് മാറ്റി വെച്ച ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ ബ്രെഡ് ക്രംസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ചെയ്യാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ മുട്ടയും അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലോറും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് എടുക്കുക. 2 സ്ലൈസ് ബ്രെഡ് ഒന്നിച്ചാട്ടോ വെക്കേണ്ടത്. അതിൻ്റെ 4 സൈഡും നല്ലപോലെ ഒന്ന് എഗ്ഗിൽ ഡിപ്പ് ചെയ്യുക. എല്ലാ സൈഡും നല്ലപോലെ ഡിപ്പ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഒരേ സൈസാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് നല്ലപോലെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അതുപോലെ നമുക്ക് എന്ത് ചെയ്യുക, ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടാവും. ഇൻസ്റ്റേൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കയറി ഫോളോ ചെയ്യുക. അതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഞാൻ ഫ്രൈ പാനിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ചീനച്ചട്ടിയിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതിൽ ഓയിൽ ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ബ്രെഡ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ 2 വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ആട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വേഗം എന്ത് ചെയ്യാം, നമുക്കിതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചീൻചട്ടിയിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ പാനിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ചിക്കൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനാമിക് സോസ് റെഡിയാക്കാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ മയോണീസ് എടുക്കുക. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിവിടെ ഹോം മെയ്ഡ് മയോണീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് അതും എടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് റെഡ് ചില്ലി പൗഡറാണ്. പിന്നെ കുറച്ച് ഷുഗർ എടുക്കണം. ഒരു 1/4 ടീസ്പൂണായിട്ട് ഷുഗർ മതി. ഷുഗർ ഇല്ലെങ്കിൽ നമുക്ക് ഹണിയും ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ റെഡിയാക്കി വെച്ച സോസ് അതിൻ്റെ ഫുൾ സൈഡിലോട്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും നമുക്കിങ്ങനെ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ലെറ്റ്യൂസ് വേണമെങ്കിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഡിഷിൻ്റെ പേരാണ് ചിക്കൻ ഡൈനാമിക് പോക്കറ്റ്. ഈ ഒരു സ്നാക്സ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.